ഉദിച്ചുയരുന്നിതാ പ്രഭാകരൻ തൻ പ്രഭ ചിന്തുമീ പ്രഭാതം. പ്രഭയേറുമെൻ നാഥൻ മുഖം പ്രകാശകിരണങ്ങളാൽ കാണുന്നു ഞാൻ. മാധുര്യത്തേൻ മൊഴി കേൾപ്പിക്കനാഥ, ഇന്നേരവും നിൻ സ്വർഗീയനാദം. ദൈവനാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വചനചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നതിനെ ദൈവം ആവശ്യപ്പെട്ടാൽ അതിനെ വേർപിരിയുവാൻ അധികം സഹോദരങ്ങൾക്കും കഴിയാറില്ല. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത കാര്യമാണ് നാം ഇന്ന് വായിച്ച വേദവചനത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് 75-ാമത്തെ വയസ്സിൽ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങിത്തിരിച്ച് 25 കൊല്ലം ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ച് കാത്തിരുന്ന് കിട്ടിയ തൻ്റെ ഏകജാതനായ മകനെയാണ് മോരിയാദേശത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിക്കുന്നത്. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ ദൈവത്തിനായി സമർപ്പിക്കുന്നതിലുപരിയായി അത് സമർപ്പിക്കേണ്ട വിധം ഒരു പിതാവിനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന ഒന്നായിരുന്നു. തൻ്റെ മകൻ്റെ കഴുത്തറുത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് അവനെ അതിന്മേൽ ദഹിപ്പിച്ചാണ് അബ്രഹാം ഹോമയാഗം കഴിക്കേണ്ടിയിരുന്നത്. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ഇസാക്കുമായി 3 ദിവസം യാത്ര ചെയ്ത് മോരിയാദേശത്ത് ചെല്ലുന്ന അബ്രഹാം ദൈവം കാണിച്ച മലയിലേക്ക് പോകുമ്പോൾ, അപ്പ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നുള്ള മകന്റെ ചോദ്യത്തിന് ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്നാണ് അബ്രഹാമിന്റെ മറുപടി. പിന്നീട് നാം കാണുന്നത് തൻ്റെ ഓമനപുത്രനെ യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം കഴിക്കുവാനായി കത്തിയെടുക്കുമ്പോൾ, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ള ദൈവശബ്ദം മുഴങ്ങി. തുടർന്ന് നാം കാണുന്നത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിന്നിലൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് അനുസരണത്തിലൂടെ അബ്രഹാം ദൈവസന്നിധിയിൽ തനിക്കുള്ള വിശ്വസ്തതയും വിശ്വാസവും തെളിയിക്കുന്നതാണ്. ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചനുസരിച്ച അബ്രഹാമിനു വേണ്ടി ദൈവം മോറിയാമലയിൽ ഒരു ആട്ടിൻകുട്ടിയെ കരുതി എന്നുള്ളതിൽ അത്ഭുതമില്ല. എന്നാൽ കാൽവറി മലമുകളിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ പാപികളായിരുന്ന, അനുസരണം കെട്ടവരായിരുന്ന നമുക്ക് പകരമായി ദൈവം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവായ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരുന്ന, ഒരുക്കിയിരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു. ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ രക്ഷയോർത്ത്, നമുക്ക് വേണ്ടി കരുതിയതോർത്ത് നമുക്കവനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കാം, സ്തുതിക്കാം. അവൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പരമപാപികളായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ഏകജാതനായ പുത്രനെ ലോകസ്ഥാപനത്തിനു മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയതിനാൽ നന്ദി. കാൽവറി മലമുകളിൽ ഞങ്ങൾക്ക് പകരമായി യേശുക്രിസ്തുവിനെ ഒരു അകൃത്യയാഗമാക്കി തീർത്തല്ലോ.
പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്കായി, വീണ്ടെടുപ്പിനായി, പാപമോചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ദൈവമക്കൾ എന്ന പദവിയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വലിയവനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സകല ബഹുമാനവും അങ്ങയുടെ തൃപ്പാദത്തിൽ വയ്ക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.